എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ശ്രീദേവി ആനന്ദിന്റെ അരിയിലേക്ക് ഫുഡൊക്കെ ആയിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവിനെ കണ്ടപ്പോ ആനന്ദിന് ഭയങ്കര സന്തോഷമായി. പിന്നീട് ശ്രീദേവിയോട് ചോദിച്ചു, എന്ത് പറ്റി, മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഒന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് ആനന്ദ് പറഞ്ഞതേ, പുതിയ കടയില് പുതിയതായിട്ട് കുറച്ച് ഫർണിച്ചർ ഒക്കെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, വേണ്ട ആനന്ദേട്ടാന്നൊക്കെ പറയണം. അതെന്താന്ന് ചോദിക്കേ, ഒന്നും ഇല്ലാന്ന് പറയാം. അതെ, പുതിയതായിട്ട് വന്ന മോഡൽ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പൊ ഫർണിച്ചർ കടയിലാണല്ലോ ആനന്ദ് നിൽക്കുന്നേ. പക്ഷേങ്കില് ശ്രീദേവിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. അതെ, ആനന്ദനെ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കാം. എന്താ ഇത്ര ധൃതി, അല്പം കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. അന്നെങ്കിൽ ശരിയെന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ശ്രീദേവി ഒന്നും മിണ്ടണില്ല. ആനന്ദിന് മനസ്സിലായി എന്തോ ഒരു വിഷമമുണ്ടെന്ന്. പിന്നീട് ആനന്ദ് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ശ്രീദേവി പറയണേ, അതെ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാ. എന്തിന് വിഷമിക്കണ, എന്തിനാന്ന് ചോദിക്കും. അത് പിന്നെ ആര്യൻ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. പിന്നീട് പറയണ, ആര്യൻ തന്നെ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ, ട്യൂഷന്റെ കാര്യങ്ങൾ താൻ അച്ഛനോട് പറഞ്ഞ ആര്യന് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ പേരിൽ ആര്യൻ തന്നെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, ആര്യന്റെ കാര്യം അറിയാവുന്നല്ലേ, അവനത് അത്ര കാര്യമായിട്ട് പറഞ്ഞൊന്നും ആയിരിക്കില്ല. അവനിപ്പോ ആരോടാണെങ്കിലും പറയുക തന്നെ ചെയ്യും. പിന്നെ ട്യൂഷന്റെ കാര്യം നീ അത് അച്ഛനോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ, പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയണം. എന്നാലും ഞാൻ ബാലച്ഛനോട് പറഞ്ഞത് നല്ല കാര്യമല്ലേ, വീട്ടില് എന്ത് നടന്നാലും വീട്ടിലെ കാരണവന്മാരൊക്കെ അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ബാലച്ഛനോട് പറഞ്ഞേ. അതങ്ങനെ സന്ദർഭത്തിൽ പറഞ്ഞു പോയതാ, അല്ലാതെ വേണമെന്ന് വെച്ച് പറഞ്ഞൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി പതുക്കെ തടിയൂരാൻ ശ്രമിക്കണം. അത് കേട്ടത് ആനന്ദ് പറഞ്ഞു, അച്ഛന്റെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ, അച്ഛൻ വെറുതെ ചീത്ത പറയും. ഞങ്ങളിത് കുറെ കേട്ടിട്ടുള്ളതുകൊണ്ട് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ആള് വീട്ടിൽ ആര്യനായിരിക്കും. ചീത്ത മാത്രമല്ല, അച്ഛൻ അടിക്കുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. വെറുതെ എന്തിനാ അത് പറയാൻ പോയത്, പാവം ഇന്നലെ എന്തുമാത്രം ചീത്ത കേട്ടെന്ന് അറിയത്തില്ലെന്ന് ചോദിക്കാം. എന്നാലും ഞാൻ അതൊന്നും പ്രതീക്ഷയല്ല. ഇപ്പം ഇന്നാണെങ്കിൽ ആര്യൻ എന്നോട് വന്ന് വളരെ മോശമായിട്ട് രീതിയിലാണ് സംസാരിച്ചേ. ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട, അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. മിത്രയുടെ ട്യൂഷൻ ഞാൻ കാരണം മുടക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യം പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ആനന്ദിന്റെ ചെവിയിലേക്ക് ആര്യനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏഷനെ തിരികെ കയറ്റി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പത്തിന് ആനന്ദ് പറഞ്ഞു, അതെ എനിക്ക് ആര്യനെ നന്നായിട്ടറിയാം. അവൻ അങ്ങനെയൊന്നും മനഃപൂർവ്വം ആരോടും ഒന്നും പറയാറില്ല. പിന്നെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായമല്ലാത്ത കാര്യത്തിനൊന്നും പറയാറുമില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ ഞാൻ അവിടെ തെറ്റുകാരിയല്ലേന്ന് ചോദിക്കാം. തെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലോ. ദേ ആനന്ദേട്ടൻ ഒന്ന് ചോദിക്കണോ ആര്യനോട്, എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്, അല്ലെങ്കിൽ എനിക്കൊരു വിലയും വീട്ടിൽ കിട്ടത്തില്ലെന്ന്. ഞാൻ ഏട്ടത്തിയമ്മയല്ലേ, ഏട്ടത്തിയമ്മയാകുമ്പം എന്നെ എല്ലാരും ബഹുമാനിക്കണ്ടെന്നൊക്കെ ചോദിക്കുക. ശ്രീദേവിക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, വീട്ടിൽ അധികാരം കയറണം, എല്ലാരും തന്നെ ഏട്ടത്തിയമ്മ ഏട്ടൻ കൊണ്ടു നടക്കണം, അവിടുത്തെ അധികാരം മൊത്തം തന്റെ കൈകളിലൂടെ താനായിരിക്കണം അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കട്ടെ എന്നൊരു ചിന്തയാണ്. പക്ഷെ ഈ പറയുന്ന ആരിനോ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാണ്ട് ആരിനൊന്നും ഒരിക്കലും തയ്യാറാവില്ല. ആരിനാണെങ്കിലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിന് മറുപടി പറയുകയും ചെയ്യും. അതിങ്ങനെ പിന്നീട് വെച്ചോണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും മിത്രനെ കരയിപ്പിച്ച കാര്യമോ, മിത്രയുടെ ട്യൂഷൻ ഇല്ലാതാക്കിയതാ. അപ്പൊ പിന്നെ ആരിന് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ. അവസാനം ശ്രീദേവി ഇരുന്ന് കരഞ്ഞു കഴിയുമ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, ശരി ആയിക്കോട്ടെ നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറയണം. അതിനുശേഷമാണ് ശ്രീദേവി കരച്ചിലൊക്കെ നിർത്തിയത്. എല്ലാം ശ്രീദേവിയുടെ ഒരു കള്ളക്കളികളാണ്. കാരണം ശ്രീദേവിക്ക് അറിയാം കരയുവാണെങ്കിൽ ആനന്ദ് വീഴും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഒന്ന് കരഞ്ഞു കാണിച്ച് അത് കയ്യിലെടുക്കണം. പിന്നീട് ചോദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കരച്ചിലൊക്കെ പമ്പ കടന്നു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, എന്നാൽ ആനന്ദിന്റെ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കണം. അങ്ങനെ ആനന്ദിന് ഫുഡൊക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷമാണ് ശ്രീദേവി ബാലന്റെ അടുത്ത് കടയിലേക്ക് ചെല്ലുന്ന ഫുഡൊക്കെ ആയിട്ട്. അപ്പം ആനന്ദിന് കൊണ്ടേ കൊടുക്കുന്ന കൊടുത്തേരെ ബാലനും രാമേട്ടനും ധർമ്മനും ഒക്കെ ഉള്ള ഫുഡൊക്കെ ആയിട്ട് ചെല്ലുന്നെന്നും. അങ്ങനെ ഫുഡായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, ആഹാ ഇന്ന് ഫുഡ് കൊണ്ടുവന്നോന്ന് ചോദിക്കണം. ഈ സമയം ബാലൻ പറഞ്ഞു, എന്തിനാ മോളെ നീ ഫുഡുമായിട്ട് വന്നേ, നിന്നോട് ഇന്നലെ പറഞ്ഞല്ലായിരുന്നു ഫുഡായിട്ട് ഇങ്ങോട്ട് വരണ്ട, അവിടെ വന്ന് കഴിച്ചോളാന്ന്, പിന്നെ ഡെയിലി ഇതിങ്ങോട്ട് എടുത്തോണ്ട് വരേണ്ട കാര്യം ഉണ്ടെന്നൊക്കെ ബാലൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ബാലച്ച ഞാൻ ആനന്ദേട്ടനെ കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ കൊണ്ടുവരുന്ന അച്ഛനും കൂടെ എടുത്തോണ്ട് ബാലച്ചനും കൂടെ എടുത്തോണ്ട് വന്നാ, മാത്രമല്ല വെറുതെ എന്തിനാ പൊരുവേലത്ത് വരുന്നേ, അതുകൊണ്ട് എടുത്തോണ്ട് വന്നാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, ഓഹ് എന്റെ ദൈവമേ, ഇത്ര സമയം സമാധാനത്തോടെ ഇരിക്കാൻ കിട്ടിയ സമയമായിരുന്നു, അതില്ലാതാക്കുക. ഈ പെണ്ണ് എല്ലാ ദിവസവും ഫുഡ് കൊണ്ടുവന്ന് മനുഷ്യനെ വെറുപ്പിക്കാന്ന് തോന്നി എന്നൊക്കെ ബാലൻ പിറുപിറുക്കുവാണ്. പെട്ടെന്ന് രാമേട്ടൻ ചോദിച്ചു, ബാലനല്ല ധർമ്മം പിറുപിറുക്കുവാണ്. പെട്ടെന്ന് രാമേട്ടൻ ചോദിച്ചു, എന്താണ് ധർമ്മ നീ പിറുപിറുക്കുന്നേ. ഒന്നുമില്ല രാമേട്ടാന്ന് പറയണം. പിന്നീട് ശ്രീദേവി ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് ചോദിച്ചു, അല്ല ഫുഡ് വിളമ്പി തരട്ടെ ബാലച്ചാന്ന് ചോദിക്കുക. ഇപ്പൊ വേണ്ട മോളെ, ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുവല്ലേ, ഇത്തിരി കഴിഞ്ഞിട്ട് മതി എന്ന് പറയണം.
ധർമ്മനും പറഞ്ഞു ഇപ്പൊ വേണ്ട. രാമേട്ടനോട് ചോദിച്ചപ്പോൾ രാമേട്ടൻ പറഞ്ഞു ഞാൻ കുറച്ച് സമയം മുമ്പ് ആ ചായ കുടിച്ചേ, എനിക്കിപ്പൊ വിശക്കണില്ല, പിന്നെ കഴിക്കാന്നൊക്കെ പറയണം. പിന്നീട് ശ്രീദേവി അതിലൂടെയൊക്കെ നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പം ഓരോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു, വിലയൊക്കെ എഴുതി അത്തെല്ലാം ഉണ്ട് താനും. പരിപ്പിന്റെ ഒക്കെ വില നോക്കിയിട്ട് പറഞ്ഞു ഇത്രയും വിലയോ, 10 രൂപ കൂടിയാ ബാലച്ചാന്ന് ചോദിക്കുകയാണെ. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് 140 രൂപ ഇല്ലായിരുന്നല്ലോ, 130 ഉണ്ടായിരുന്നല്ലോ. 2 ആഴ്ച കൊണ്ട് 10 രൂപ കൂടിയെന്നൊക്കെ ചോദിക്കണം. ഇതെല്ലാം കേട്ട് ഞാൻ ബാലിന് ഭയങ്കര അത്ഭുതം. ബാലൻ ചോദിച്ചു അതെന്താ മോളെ അങ്ങനെ ചോദിച്ചാ, നിനക്ക് എന്റെ കണക്കുകളൊക്കെ അറിയാവോന്ന് ചോദിക്കും. പിന്നെ അറിയാവോന്നോ, ഞാനിങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാഴ്ച അല്ലേ ആയുള്ളൂ ബാലച്ച. പക്ഷെ വീട്ടിലായിരുന്ന സമയത്ത് ഞാനായിരുന്നു സ്ഥിരം കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയണം. ധർമ്മം ചോദിച്ചു അതിന് നിനക്ക് കടയുണ്ടായിരുന്നു ചോദിക്കാം. അങ്ങനെയല്ല, കടയിലേക്ക് മേടിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതുന്ന ഞാനായിരുന്നു പറയാണ്. ആണോ, ആഹാ കൊള്ളാലോ എന്ന് പറയണ. അത് ശരിയാ, ഞാൻ തന്നെ ബാലച്ച എഴുതുന്നേ. കാരണം അപ്പൊ എനിക്ക് വിലകളും കാര്യങ്ങളും എല്ലാം അറിയാം. പിന്നെ ആ ആഴ്ചയിലെ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ കടയിലെ വില കുറയുന്ന എന്താന്ന് വെച്ചാൽ അത് മേടിക്കും. അത് വില കുറയുന്നതനുസരിച്ച് കുറച്ച് കൂടുതലേ മേടിക്കും. അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങള് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബാലിന് ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും പണം ഉണ്ടായിട്ടും അതിൻ്റെതായ ഒരു ഇതും ഇല്ലല്ലോ. കാരണം ഇത്ര ഇതായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. കാരണം ഇല്ലെങ്കിൽ ഇത്ര ലാവിഷായിട്ട് ജീവിക്കുമല്ലോ. അതൊന്നും ഇല്ലാതെ ഓരോ ദിവസത്തെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് നോക്കി, അല്ലെങ്കിൽ ഏതിനാണ് വില കുറവുള്ള സാധനം അതൊക്കെ മേടിച്ച് വീട്ടിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ലോ. ബാലിന് പറഞ്ഞു കൊള്ളാലോ, ഇയാള് മിടിക്കാവുള്ള ശ്രീദേവി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീദേവി ഒന്നുകൂടെ അങ്ങോട്ട് പൊങ്ങി. പിന്നീട് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കണക്കുകളും കാര്യങ്ങളും മാത്രമല്ല ഈ കടയിലെ സാധനങ്ങളുടെ വില വിവരങ്ങൾ ഒക്കെ അറിയാന്ന് പറയണം. ഇത് കേട്ടാൻ ധർമ്മനോട് പറഞ്ഞു ധർമ്മ കേട്ട് പഠിക്കടാ, നീ എത്ര നാളായി കടയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പോഴും ഓരോ സാധനത്തിന്റെ ഒക്കെ വില എന്നോട് ചോദിക്കുമല്ലോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ അതെ ഇനി അത് പറഞ്ഞാൽ മതി, എന്നാ ആത്മാർത്ഥ വേണമെന്നൊക്കെ പറയണം. കണ്ടോ ശ്രീദേവി മോളെ കണ്ടുപിടിക്കും. അവള് വീട്ടിലേക്ക് സാധനം മേടിക്കുമ്പോ വരെ എല്ലാം കൃത്യമായിട്ട് നോക്കിയും കണ്ടുമൊക്കെ മേടിക്കുന്നേ. ഇവിടെ ആയിരിക്കണം ഇത്രയും കാലമേ ഗോമതി ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എത്ര രൂപയാവും എത്ര ഇതാന്ന്. ഗോമതിയോട് ചോദിച്ചാൽ അവൾക്ക് ഒരു കണക്കും അറിയത്തില്ല. കാര്യം പറഞ്ഞാൽ കടയുണ്ടെന്ന് വിട്ട് കാര്യമില്ല എന്ന് പറയണം. അങ്ങനെ ഗോമതിനെ ഒന്ന് താഴ്ത്തി കെട്ടുവാണ് അവിടെ. ശ്രീദേവിക്ക് പിന്നെ സന്തോഷമായി. പിന്നീട് ബാലിനോട് പറഞ്ഞു ബാലച്ച ഫുഡ് എടുത്ത് തരാന്ന് പറയണം. അങ്ങനെ ബാലിന് ഫുഡൊക്കെ എടുത്തു കൊടുത്തു. കറിയെ കൂട്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഓരോ ദിവസം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ മോളെന്നെ. കാരണം ഓരോ ദിവസം നല്ല അടിപൊളിയായിട്ടുണ്ട് കറികളെന്നൊക്കെ പറയണം. എന്തായാലും മോള് വന്നേ പിന്നെ ഇനിയിപ്പം ഗോമതിക്ക് ഒരു ആശ്വാസമായി. ഗോമതിക്ക് അടുക്കള കയറണ്ടല്ലോ. ഗോമതിക്ക് സന്തോഷമായി. ഗോമതിക്ക് ഇത്രയും കാലം ഗോമതിയായിരുന്നു അടുക്കള കയറി ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നേ. നേരെ ഇരിക്കാൻ പോലും സമയമില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ബാലച്ച അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അമ്മയ്ക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം. അവിടെ അങ്ങനെ വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ശ്രീദേവി ശ്രമിക്കുകയാണ്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഓ എനിക്കറിയത്തില്ല, ഞാൻ അവിടെ അങ്ങനെ അടുക്കള കയറി പെരുമാറുന്നോ അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നതും വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഗോമതി എന്തെങ്കിലും മോളോട് പറഞ്ഞു എന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ കാര്യം പറ. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അത് ബാലച്ചനെ വെച്ച് ചോറുകൂടി എടുക്കട്ടെ, ചോറൊക്കെ എടുക്കാം, മോള് കാര്യം പറയണം. പിന്നീട് ശ്രീദേവി പറയാ അതെ ഞാൻ ട്യൂഷന്റെ കാര്യം ബാലച്ചനോട് പറഞ്ഞത് അമ്മയ്ക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അങ്ങനെ ഗോമതി പറഞ്ഞു അതെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്തിനാ പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ചോദിച്ചോണ്ട്. അത് മാത്രല്ല ആര്യനാണെങ്കിലും അങ്ങനെ തന്നെയാ പറഞ്ഞേ, ട്യൂഷൻ എടുക്കുന്നതിന്റെ പേരില് ഞാൻ ഒറ്റപ്പെടുന്ന പോലെ തോന്നുക ബാലച്ചാന്നൊക്കെ പറയണം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു മോള് പറഞ്ഞു ഒരിക്കലും തെറ്റല്ല, അല്ലെങ്കിൽ വീട്ടിലെ കാരണന്മാർ അറിഞ്ഞിരിക്കണമല്ലോ, മോള് ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നീട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഗോമതിയോട് എന്ത് പരിപാടിയാ കാണിച്ചെന്ന്, എന്നാലും മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? കാരണം എല്ലാ കാര്യങ്ങളും ഗോമതി നേരത്തെ എന്നോട് പറയുന്ന, ഇപ്പൊ ഗോമതിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഞാനൊന്ന് ചോദിച്ചിട്ട് തന്നെ ഉള്ളെന്ന് പറയണം. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു ബാലച്ച വേണ്ട ബാലച്ച, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് ബാലച്ചൻ പോയി ചോദിക്കാനൊന്നും പോണ്ടെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും, അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ. വീട്ടിലൊരു കാര്യം നടക്കുമ്പോഴത്തേനും എല്ലാവരും പറയണ്ടല്ലേ, അത് മറച്ചു വെച്ചതും പോരാ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മോളെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് സന്തോഷമായി. കൊള്ളാം, അമ്മയോട് ചോദിക്കണം, തന്നെ വഴക്ക് പറഞ്ഞല്ലേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിനറിയും. പക്ഷെ ബാലൻ മനസ്സിലാക്കിയില്ല, അന്ന് ഇത്രയും കാലം തന്നോടൊപ്പം ജീവിച്ച തന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഈ നിസ്സാര കാര്യത്തിന് ചോദിക്കേണ്ട പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. ബാലൻ ശ്രീദേവി പറയുന്ന വാക്ക് കേട്ടിട്ട് ചോദിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയം മീനാക്ഷി ഉച്ചവരെ ട്രെയിനിങ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് വരുവാണ്. റൂമിലേക്ക് വന്നിട്ട് ആകാശിനെ കണ്ടില്ല. ഇതിന് ഇത്ര സമയം വരാത്ത, ഉച്ചയാകുമ്പത്തേനും വരാമെന്ന് പറഞ്ഞാലോ എന്ന് കരുതി ആകാശിനെ വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ്
കോളെടുത്ത് തീമി ഇവിടെ ഇത്ര സമയം പെട്ടെന്ന് വിളിച്ചോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പകുതി ജോലി പോലും തീർത്തു കഴിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞ ജോലി ഇനിയും കുറേ കൂടെ ബാക്കിയുണ്ട്. പിന്നീട് ആകാശ് കോളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു, അല്ല ആകാശ, ഇതെന്താ ഇത്ര സമയം, ഇതുവരെയായിട്ടും വന്നില്ലല്ലോ എന്ന് പറയാണ്. അത് പിന്നെ എന്റെ ജോലി തീർന്നില്ല, ഒരു അരമണിക്കൂറും കൊണ്ടെന്ന് പറയണം. അരമണിക്കൂറോ? ഹലോ, കൂടിപ്പോലും 1 മണിക്കൂർ. ദേ ആകാശെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇന്നലെയും പുറത്തു പോകാൻ പറ്റിയില്ല, ഇന്നും അതുപോലെ തന്നെയാണോന്ന് ചോദിക്കാം. അങ്ങനൊന്നുമില്ല, ഇന്ന് ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് പറയാം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ആയിരിക്കണം എന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല. ആകാശം വന്നിട്ട് പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ആ ഒരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നേ. ആകപ്പാടെ വിഷമമായി, എന്നാലും ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് മിത്രയ്ക്ക് ആപ്പാ ടെൻഷനാ. മിത്രയുടെ മനസ്സിലേക്കൂടെ ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുവാണ്. ഈ വീട്ടിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, ഒരു ട്യൂഷനാണ് പോലും, അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ ബാലന്റെ ആക്രോശവും കാര്യങ്ങളൊക്കെ മിത്രയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മിത്രയ്ക്ക് ആപ്പാടെ വിഷമമായി. ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചേച്ചിനൊന്ന് വിളിച്ചാലോ എന്ന് കരുതി മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കണം. വിളിച്ചു കഴിയുമ്പോഴത്തേനും മീനാക്ഷി ഹലോ പറഞ്ഞപ്പോഴത്തേനും മിത്ര ചോദിച്ചു, അല്ല ചേച്ചി പുറത്തെങ്ങാനോ മറ്റോ ആണോന്ന് ചോദിക്കണം. അല്ല, ഞാനോർത്ത് ഇനി പുറത്തെങ്ങാനോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്ന ഓർത്തുണ്ട്. എവിടെ പുറത്തു പോകാനായിട്ടാ, ഇവിടെ തന്നെ ഇരിക്കും, ഒരിടത്തും പോകാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം. അതെന്താ ചേച്ചി പോകത്തെന്ന് ചോദിക്കാം. അതൊന്നും പറയാതിരിക്കുന്ന മിത്രയും നല്ലത്, എന്ത് ചെയ്യാനാന്ന് പറ. അവിടുന്ന് പോകുന്ന കഴിഞ്ഞപ്പോ അച്ഛൻ നല്ല മുട്ടൻ പണിയല്ലേ കൊടുത്തിരിക്കുന്നേ. പാവ ആകാശ് ഇവിടെ വന്നിട്ട് നിരത്തിരിക്കാൻ സമയം കിട്ടിയില്ല. പുറത്ത് പോകാൻ പോയിട്ട് ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോലും പോകാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം. അത് കേട്ടതും മിത്ര പറഞ്ഞു, ചേച്ചിക്ക് അതെ, അതിനേക്കാളും വലിയ അവസ്ഥ എനിക്കെന്ന് പറയണം. എന്ത് പറ്റി, നിനക്ക് ട്യൂഷൻ പിള്ളേരൊക്കെ കൂടിയോ? ഇന്നലെ 3 പിള്ളേരുണ്ടെന്ന് പറഞ്ഞു, ഇന്നാ കുട്ടികളുടെ എണ്ണം കൂടിയോന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയണം. അതെന്ത് പറ്റി? ഒന്നും പറയണ്ട, ട്യൂഷനൊക്കെ നിർത്തിയെന്ന് പറയണേ. ട്യൂഷൻ നിർത്തിയോ? എന്ത് വർത്താനം മിത്രയെ പറയണെന്ന് ചോദിക്കും. ഒന്നും പറയണ്ട, ആകെപ്പാടെ പ്രശ്നമോ, ഇവിടെ അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ട്യൂഷൻ നിർത്തിയെന്ന് പറയണേ. അപ്പം ട്യൂഷൻ നിർത്താൻ പാകത്തിന് എന്നാ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ആരാ പറഞ്ഞു കൊടുത്തതെന്ന് അറിയത്തില്ല അങ്കിളിനോട് ഞാൻ പറയാന്ന് കരുതി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇത് അങ്കിൾ എങ്ങനെയോ അറിഞ്ഞു, എന്നിട്ട് ഭയങ്കര ചീത്തൻ പരിപാടിയൊക്കെ ആയിരുന്നു പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മീനാക്ഷി പറഞ്ഞു, സങ്കടപ്പെണ്ടെന്ന് പറയണം. മിത്ര പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്, ഒരു പക്ഷെ മീനാക്ഷി ചേച്ചിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി വന്നിട്ട് ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. മീനാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയണം. പിന്നീട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും ഗോമതി ശ്രീദേവിയുടെ കാര്യങ്ങളൊക്കെ പറയണം. അവള് ട്യൂഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവൾ ഇടയിൽ കയറി, എനിക്ക് നല്ല ദേഷ്യം വന്നു, അങ്ങനെ എങ്ങനെയാ ഇന്നും ഫുഡുമായിട്ട് പോയിട്ടുണ്ട് എല്ലാം പറയുവാണ്. ഭയങ്കര ദേഷ്യമായിരുന്നു, കട്ടക്കലിപ്പായിരുന്നു ഗോമതിക്ക്. ഇതെല്ലാം കേട്ട് ഞാൻ മീനാക്ഷി പറഞ്ഞു, എന്തൊക്കെ അമ്മ അവിടെ നടക്കണേ, എനിക്ക് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ 2 ദിവസം കൂടെ മാറി നിന്നപ്പോഴത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നോന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ മോളെ, നീയും കൂടെ വന്നാലും എനിക്കൊരു സമാധാനം ഉള്ളൂ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, നീയും കൂടെ ഇങ്ങ് വരണം എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് ഞാൻ മീനാക്ഷി പറഞ്ഞു, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയണം. അങ്ങനെ പിന്നീട് മിത്രയുടെ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പം മിത്രയോട് മീനാക്ഷി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രനെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.